വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. തുടങ്ങുമ്പോൾ തന്നെ ചിരിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാ എൻ്റെ ആഭരണപ്പെട്ടി എന്ന് പറയുന്ന പോലെ ഇതാ എൻ്റെ മേക്കപ്പ് ബോക്സ് ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. കുറേ പേരായി നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് രംഷേട്ടൻ്റെ ഒരു മേക്കപ്പ് ചലഞ്ച് വീഡിയോ ഇടാന്. അപ്പോൾ ഞാൻ എന്നാ ഓക്കെ അത് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. കാരണം കുറെ വെള്ളം കുടിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ ലോക്ക്ഡൌൺ വേഗം കഴിഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനത്തെ ഓരോ ചലഞ്ചുകളെ വരുന്നത്. ഇത് കുറെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചലഞ്ച് എനിക്ക് 8ന്റെ പണി കിട്ടി വിസ്പർ ചലഞ്ച് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇപ്രാവശ്യം രംഷേട്ടൻ നന്നായിട്ട് മേക്കപ്പ് ചെയ്യും. മിത്തുക്കുട്ടീനൊക്കെ നന്നായി മേക്കപ്പ് ചെയ്യും. പക്ഷെ പൗഡറും കൺവെൻഷൻ വെച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഞാൻ പറയില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കണ്ണ് പോലെ എഴുതിയിട്ടില്ല. ഞാൻ ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ചുണ്ട് ഡ്രൈ ആയ കാരണം ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് പോയി തോന്നുന്നു അല്ലേ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം മോയ്സ്ചറൈസർ രംഷേട്ട് അപ്ലൈ ചെയ്ത് ശരിയാവില്ല. അപ്പൊ നാടൻ മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പറയുന്നത്. അതായത് നാടൻ മേക്കപ്പ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ നാടൻ എന്ന് പറഞ്ഞാൽ കുടിച്ചു വന്നാൽ അത് നാടനാണ്. ഇത് നാടൻ ലുക്ക് തന്നെയാണ്. ശരി, ഇതൊരുമാതിരി ആ ഒരു ജ്വല്ലറിയുടെ പറഞ്ഞ പോലെ പുറത്തുനിന്ന് നോക്കുമ്പോഴല്ല, അകത്ത് വിശാലമായ ഷോറൂമാണ്. ഇതാണ് ബ്രഷും കാര്യങ്ങളൊക്കെ കേട്ടാ. അപ്പൊ ഇത് എന്തൊക്കെയാ സാധനം ഒന്നും ഞാൻ പറഞ്ഞു കൊടുക്കില്ല. ഇത് ഫുള്ള് രമേശേട്ടൻ കണ്ടുപിടിക്കണം. ഇതിൽ ഏതാണ് ഫൗണ്ടേഷൻ, എന്താണ് പൗഡർ, ഏതാണ് ഒന്നും ഞാൻ പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ രമേശേട്ടൻ തന്നെ കണ്ടുപിടിക്കട്ടെ. പക്ഷെ ഇതിലെ എല്ലാ സാധനങ്ങളും എന്റെ മുഖത്ത് യൂസ് ചെയ്തിരിക്കണം. മനസ്സിലായോ? ബ്രഷുകളാണ് ഇതൊക്കെ ചെയ്യാൻ കൈകൊണ്ട്. ബ്രഷുകൾ എനിക്ക് പെയിന്റിംഗ് ചെയ്ത പരിചയമുള്ളൂ. ഇത് ഞാൻ പെയിന്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ബ്രഷ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകത. അതെ ഈശ്വര, എന്റെ പേടി എന്താ വെച്ചാൽ ഇതൊക്കെ ഇനിയിപ്പോ പെയിന്റിങ്ങിന് കൊണ്ടുപോകണോ ഈ ബ്രഷുകളൊക്കെ. അതാണ് ഇപ്പൊ എന്റെ പേടി. സംഭവം അടിപൊളി കേട്ടോ. ബ്രഷിലാണ് ഇപ്പൊ കണ്ണ് കേട്ടോ. അത് അടിപൊളി. പിന്നെ ഞാനൊരു ഓയിൽ പെയിന്റ് അല്ല എന്നുള്ള ഒരു ചിന്ത താജ്മഹൽ പണിയോ രംഷേട്ടൻ. വാട്ടർ കളർ ആവുമ്പോ ലൈറ്റ് ഷെയ്ഡിന്ന് ഡാർക്ക് ഉണ്ടാക്കണം. ഓയിൽ പെയിന്റ് ആവുമ്പോ ഡാർക്ക് ലൈറ്റ് ആക്കണം. ഞാൻ ഇത് എന്ത് തുടങ്ങണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലതൊന്നും ഞാൻ പൊട്ടിച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ. അതെ, ഞാൻ പൊട്ടിച്ചാലും ഇന്ന് ഇവിടെ പോലും പൊട്ടിക്കലാണ്. രംഷേട്ടനെ വിട്ടുകൊടുത്തിരിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഞാൻ കുളി കഴിഞ്ഞ് അങ്ങനെ വന്നിക്കണ നാടൻ മേക്കപ്പിലൊക്കെ ആയ കാരണം മുടിയൊക്കെ പിന്നിലെ ഇടയെടുത്ത് നന്നായിട്ട് അവളെ മോൻ കണ്ടുകൊണ്ടിട്ടോ. കാരണം ഇതുപോലെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റിയിരുന്നില്ല. ഒരുമാതിരി ചതിക്കാത്ത ജന്തുവിൽ സലീം കുമാറിന്റെ രൂപാക്കി ഞാൻ മാറ്റി. അതെനിക്കറിയില്ല, അത് രംഷേട്ടന്റെ കയ്യിലാണ്. പക്ഷെ മിത്തുകുട്ടീനൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അതിന് പൗഡറും കൺവെൻഷൻ തന്നെ ഞാൻ ചെയ്യും. പക്ഷെ ഇത് എന്തോ ഒരു കാര്യമായിട്ട് ആകെ ഉള്ളത് ഇട്ടാവട്ട മുഖാണ്. ഇതെന്തത് ഈ മുഖത്തുള്ള ആകെ 4 പാർട്സോ അതിന് വേണ്ടിട്ട് ഇത്ര അതൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം യൂസ് ചെയ്യണം. മിത്തുകുട്ടി ഹെൽപ്പ് ചെയ്യരുത്. കാരണം ഇതിൽ എല്ലാ സാധനങ്ങളും മിത്തുകുട്ടിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ ചെയ്ത് കണ്ടിട്ട്. അപ്പൊ ആദ്യം എന്താ നമ്മൾ യൂസ് ചെയ്യാൻ പോണേ? ആദ്യം നമ്മൾ എന്ത് വെച്ചാലും യൂസ് ചെയ്യും. എനിക്ക് അങ്ങനെയൊന്നുമില്ല, അഹങ്കാരമൊന്നുമില്ല. ഞാൻ എന്ത് യൂസ് ചെയ്യും. ഇത് ഫേസ് പ്രീമിയർ, ഫേസ് പ്രൈമർ. പ്രീമിയർ അല്ല, പ്രൈമർ. ഈ നാട്ടില് ആ ഗേറ്റിന് പെയിന്റ് അടിച്ച ഓർമ്മ ഉണ്ട്. അപ്പൊ പെയിന്റ് അടിക്കേണ്ട നമ്മൾ പ്രൈമർ അടിക്കില്ലേ, ഒരു ചുവന്ന കളറ്. അപ്പൊ ഞാൻ ആദ്യം ഇത് അടിച്ചാലോ. ബേസ് ഡേ ടെന്റിലിരുന്ന് അടിക്കണോ? ഇതാരാണ്? ലിപ്സ്റ്റിക്. അത് പിന്നെ അറിയാം, അത് വലിയ കുഴപ്പമില്ല. അയ്യോ, പ്രൊഫഷണൽ മേക്കപ്പ്. 2 കളർ ബ്ലഷേഴ്സ്. ബ്ലഷ് ഇവിടെ എങ്ങനെയാണ് ബ്ലഷ്? ഈ സാധനം അതാണ് ബ്ലഷ്. ഗ്ലാം ഹൈലൈറ്ററോ? എനിക്ക് കുറച്ചൊരു ഐഡിയ ഉള്ള എന്താ അറിയോ, ഇവളുടെ പണ്ടത്തെ മേക്കപ്പ് വീഡിയോ ഫുൾ ഞാൻ DSLR ഞാനാ ഷൂട്ട് ചെയ്തത്. അപ്പൊ അന്ന് ഇവള് പറഞ്ഞ കുറച്ച് ഓർമ്മ. വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. ഹാൻഡിൽ വിത്ത് കെയർ. ഇതെന്താണ്? ഇങ്ങനെയൊക്കെ എഴുതി എന്ത് സുഖം. ഐഷാഡോ പാലറ്റ്. എല്ലാത്തിന്റെ മുകളിൽ എഴുതും. സുഖമായി. അയ്യോ, ഇതൊന്നും ഏതാത്ത സാധനം ഉണ്ടല്ലോ. ഒരു പൗഡർ. ഇത് മൊത്തമുള്ള പൗഡറാണോ? എന്താണ്? മാർക്കറ്റ് പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ പുട്ടിയാണോ? മണത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് എനിക്ക് തന്നോടെ. ഈ മീശൻ താടിയൊക്കെ കറക്റ്റ് അത് വലുതുണ്ടോ? നിന്റെ മുഖത്ത് എന്താ രോമം ഉണ്ടാവും? അറിയില്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. മസ്കാര. ബ്രഷുകള് ഏതൊക്കെയാണ് വേണ്ടത്?
ശരി, അപ്പൊ ഞാൻ പ്രൈമെന്ന് കണ്ട സാധനത്തിൽ ഞാൻ തുടങ്ങണം കേട്ടോ. പ്രൈമറിന് ലോകത്തിലെ എല്ലാ പെയിന്റിനും ഒന്നെ ഒന്ന് വിചാരിക്കുന്നു. കുറച്ചെടുത്താൽ മതിയോ? എന്നെ കൊണ്ട് ഈ കടുങ്കൈ ചെയ്യാം. മിത്തു എന്താണ് ഒരു അവസ്ഥ നോക്കിയൊക്കെ. മിത്തു നിനക്ക് നല്ല ടൈം പാസ് അല്ലേ? പറയാൻ പറ്റില്ല, ഇനി നാളെ ഒരു വലിയ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആയാലോ. നന്നായിട്ടുണ്ട്. എനിക്കിതാണ് പേടി, ഇങ്ങനെ എന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ആ മേഖലയിൽ എന്നെ കൊണ്ട് കൂടുതൽ അടുക്കള കയറ്റി ഇപ്പൊ ഒരുവിധം ഞാൻ എന്നെ ചലഞ്ച് ചെയ്ത് ആ കാര്യത്തിൽ മാത്രം സീറോ ആണ്. പിട്ടുണ്ടാക്കിട്ട് ഒരു ഇതായി ഒരു ഡാൻസിന്റെ ഒരു മേക്കപ്പിന്റെ ഒക്കെ ഒരു അല്ല നാടൻ ലുക്കല്ലേ വേണ്ട. തുളസി വെച്ചിട്ട് ചന്ദനം വേണോ നാടൻ ലുക്കാവുമ്പോ? ചന്ദനം ഉണ്ടോ? ചന്ദനം നമ്മൾ വെച്ചിട്ട് ഫൗണ്ടേഷൻ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനാണ് ഞാൻ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ തന്നിങ്ങനെ കൈകൊണ്ട് കൈയായിട്ട് ഇങ്ങനെ തേക്കാൻ പാടില്ല. കൈയായിട്ട് തേച്ചാൽ വൃത്തികേടാവില്ലേ? കൈയായിട്ട് തേക്കാം, കുഴപ്പമൊന്നുമില്ല, കൈയായിട്ട് തേക്കൊക്കെ ചെയ്യാം. പിന്നെ ഈ സാധനം മിത്തു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവിടെ കച്ചറ. ഈ സാധനമാണോ മിത്തു? ഇതായിട്ടാണ് ഇങ്ങനെ. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് പേരക്കട നിൽക്കുന്നുണ്ട് ഇതിന്. ബ്ലെൻഡ്. പിന്നെ അത് ഇത് മറ്റേ സിനിമയിലെ മണിയമ്പിള്ള രാജുവിനോട് മോഹൻലാൽ പറഞ്ഞു കൊടുക്കണ മാല മുത്ത് പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് പറയണം. അപ്പൊ ബ്ലെൻഡ് ഇതൊക്കെ പറഞ്ഞിട്ട് മിത്തു നിന്റെ ചവിട്ടി പുറത്തെ കൂട്ടാ. എന്തിനാണ് നേരം പോലെ രണ്ട് കൈയായിട്ട് വെച്ച ടക്ക ടക്ക അങ്ങനെ എങ്ങനെയാലും കുഴപ്പമില്ല. ഇതായിട്ടാണ് രമേശേട്ടൻ എന്തായാലും നന്നായി മൂക്കുത്തി പറഞ്ഞു പോലും. അയ്യോ രമേശേട്ടൻ നന്നായിട്ട് മൈലാഞ്ചി ഇടാൻ അറിയാട്ടോ. അപ്പൊ പിന്നെ ഇതും കൂടെ അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയാലോ? എന്നെ ഒരു തരത്തിലും മനസ്സമാധാനം ജീവിക്കാൻ അനുവദിക്കരുത്. ഇനി എന്തെങ്കിലും എന്നെ കൊണ്ട് ജീവിക്കാൻ ബാക്കിയുണ്ടോ? അതൊരു മനസ്സമാധാനത്തിന്. ഇപ്പൊ നമ്മൾ പ്രൈമർ അടിച്ചു. ഈ പൊടി എന്തിനാവും? പൊടി വെതറാൻ എന്തിനാ പൊടി? എനിക്കൊരു പിടിയില്ല. ബ്ലെൻഡ് ദ റൂള് ബെൻഡ് ചെയ്യണം. ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഇതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഫൗണ്ടേഷൻ അടിക്കുന്നതിന്റെ മുന്നേ നമുക്ക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മുഖത്തല്ലേ. പിന്നെ അപ്പം ഞാനൊരു ആർട്ടിസ്റ്റിക് വേയിലാണ് പോകുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ചില സംഭവങ്ങൾ പിന്നെ ഉള്ളിൽ ഫൗണ്ടേഷൻ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉള്ളിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉള്ളിൽ അതല്ല. ഇപ്പൊ നമ്മൾ ഡ്രോയിങ് ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ ഉള്ളിലുള്ളൊക്കെ ആദ്യം അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇവിടത്തേക്ക് പോയില്ല. അപ്പൊ ഇവിടെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ കണ്ണിന്റെ അപ്പൊ കണ്ണ് ഞാൻ ആദ്യം വൃത്തിയാകട്ടെ, ഇല്ലെങ്കിൽ ഇവിടെ കേവില്ലേ. ഈ ഫൗണ്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് മുഖത്തിടുന്ന ഫൗണ്ടേഷനാണ്. നീ എപ്പോഴും പറയാറുണ്ടല്ലോ. ഒരു മിനിറ്റ്, കൺമഷി എവിടെ? ഈ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരാറുള്ള സാധനം ഇത് തുറന്നു കഴിഞ്ഞാലോ അപ്പൊ ശരിയാണ്. ഒക്കെ ആ മുകളിലിടുന്ന ആ പെയിന്റ് പോലുള്ള ഒരു പെയിന്റ് അടിക്കുന്ന സാധനം എന്നിട്ട് ഇതിന് കണ്ണടിച്ചിട്ട് നിങ്ങൾ ഊതാൻ പറ്റില്ല. ഫൂന്ന് ഊതാൻ ആ സാധനം കാണാൻ ഇവിടെ. കണ്ണില് ഞാൻ നിന്റെ കണ്ണ് ഞാൻ ശിവന്റെ തൃക്കണ്ണ് പോലെ ഞാൻ ഒരു കണ്ണ് കൂടി വരഞ്ഞിരുന്നു എനിക്കൊന്ന്. ഒരു മിനിറ്റ്, ഇത് വരച്ചു കഴിഞ്ഞെന്ന് വെച്ചാല് ഇത് വരയ്ക്കേണ്ട മുന്നേ ഞാൻ മുകളിൽ പൗഡർ ഇട്ടു. കാരണം അത് ഇട്ട് കഴിഞ്ഞാലല്ലേ പിന്നെ ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇത് ലാസ്റ്റത്തെ സംഭവമാണ്. ഐഷാഡോ ഇവരൊക്കെ ഉണ്ട്. ഒരു ആർട്ടിസ്റ്റ് ആയതിന്റെ ഗുണം ഞാൻ കാണുന്നുണ്ട്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഇന്റലിജൻസ് ഉണ്ട്. ഒരു ബുദ്ധി ഇല്ലാത്തവരെ പോലെ എല്ലാം കാണിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണെഴുതണതിന്റെ മുന്നേ ഐഷാഡോ ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് അടിപൊളിയായി. കണ്ണെഴുതി കഴിഞ്ഞാൽ ഐഷാഡോ പെർഫെക്റ്റ് ആവില്ല എന്നുള്ളത് സത്യമാണ്. ഐഷാഡോ ഇട്ട് കഴിഞ്ഞിട്ട് ഐലൈനർ മേലെ ഇടാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി. അതാണ് ഒരു ആർട്ടിസ്റ്റ് ആയുള്ള ഗുണം. അത് ഈ ഒരു ഇതിന് മാച്ച് ചെയ്ത ഏത് കളർ? കറുപ്പല്ല, ഏത് സ്മോക്കി ഐസ് ഒന്നും ആക്കണ്ട. സ്മോക്കി ഐസ് വേണ്ട, ഇതിന് മാച്ച് ഓക്കെ ഏതാണെങ്കിലും നോ പ്രോബ്ലം. അല്ലെങ്കിൽ കുറച്ച് ഗ്ലിറ്ററോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ എനിക്കൊരു ഗോൾഡൻ ഈ ഒരു ഷെയ്ഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ് ആയിക്കോട്ടെ. കൺഫ്യൂഷൻ ആക്കരുത്. ഇത് മതി. സാധാരണ ഷെയ്ഡ് കൊടുക്കുന്ന പോലുള്ള ഒരു എഫക്റ്റ് വരുന്നു. അപ്പൊ മുകളിൽ ലൈറ്റ് കളർ, അടിക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു ലെയർ പോലെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഷെയ്ഡ് മുകളിൽ കൊടുത്തു ലൈറ്റ്. ഇനി അതിനെ ഞാൻ കമന്ററി ഒക്കെ സൂപ്പർ ആട്ടാ. മുഖം എന്താ ഇനി അതിനെ പിന്നെ ഇത്രയൊക്കെ അങ്ങോട്ട് കൊടുക്കണോ? ആ രണ്ട് ലെയറും കൂടി ഒന്നിച്ചാക്കി കാണുന്നുണ്ടോ? ലാസ്റ്റ് നമുക്ക് ലാസ്റ്റ് കറക്റ്റ് ക്ലോസപ്പിലാണ് മനസ്സിലാവും. ഭംഗി കാരണം അല്ലാന്നുണ്ടെങ്കിൽ അധികമാവും. ക്ലോസപ്പിലാണ് മനസ്സിലാവുള്ളൂ. ഞാൻ വാലിട്ട് വാലിട്ട് കണ്ണെഴുതിക്കോളൂ. വാലിട്ടു കണ്ണെഴുതി. കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണെഴുതി പൂരത്തിന് തറ കെട്ടിയ പോലെ അയ്യോ. ഒരു മിനിറ്റ്.
ഞാൻ കണ്ടിട്ടില്ല എന്റെ മുഖം, പേടിപ്പിക്കരുത്. ഇത് എന്താണെന്നുള്ളത് ഞാൻ ആലോചിക്കട്ടെ. ആ കണ്ണേതാ എങ്ങനെയുണ്ട്? മസ്കാര. ഇപ്പൊ നിന്റെ കണ്ണ് കാണിച്ചിരിക്കണ്ടോ? കണ്ണിന്റെ മുകളിലുള്ള എന്തെങ്കിലും തന്നെ സാധനം നോക്കി അന്തമായിട്ടിരിക്കേണ്ടത് എന്താ സാധനം എന്ന് മണത്ത് കണ്ടുപിടിക്കുക. ഇതിനെന്താ ഒരു നാടൻ വാറ്റിന്റെ ഒക്കെ ഒരു മണം പോലെ തോന്നുന്നു. അപ്പൊ എന്താ കുടിക്കാനുള്ളതാണത്? ഒരുമാതിരി കള്ള് ഷാപ്പിന് മുന്നിൽ കൂടെ പോണ ഒരു മണം. ഞാൻ കേറിയിട്ടൊന്നുമില്ല കേട്ടോ. അതിന്റെ മുന്നിൽ കൂടെ എല്ലാ സത്യാവസ്ഥകളും ഈ ഒരു സമയത്ത് പുറത്തു വരുന്നതാണ്. നമ്മളെ നാട്ടിലെ നമ്മളെ കള്ള് ഷാപ്പിന്റെ മുന്നിൽ കൂടെ ഒരു മണം. എന്ത് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഫൗണ്ടേഷൻ ഇടാൻ പോവാ. ഇങ്ങനെയാണോ ഫൗണ്ടേഷൻ? ഇത് ഫൗണ്ടേഷൻ സ്റ്റിക്ക് ആണ് കേട്ടോ. ഓ ശരി. അപ്പൊ ഇങ്ങനെ തേച്ചിട്ട് അങ്ങനെ തേക്കുന്നതും ഉണ്ട്. അതാണ് ഇത്. ഇത് സ്റ്റിക്ക് ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അത് രണ്ട് ഭാഗമുണ്ട്. ഇതൊന്ന് ബ്രഷ്, ഈ ഭാഗത്ത് അതിന്റെ തേക്കാനുള്ള സാധനം. അങ്ങനെ ഷുഗറിന്റെ ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഷെയ്ഡ് ഒന്ന് പരീക്ഷ നോക്കട്ടെ. ഇങ്ങനെയല്ലേ നിങ്ങൾ ഇങ്ങനെ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ ഒക്കെ വെച്ചിട്ട് ഇത് ഓക്കെയാണ്, എന്റെ സ്കിന്നിന് മാച്ചാവും, ഇത് മാച്ചാവും, ഇത് മാച്ചാവില്ല. നല്ല പരിചയം കേട്ടോ കണ്ടിട്ട്. പിന്നെന്താ ഒപ്പം പോയിട്ട് നമുക്കിത് മേടിച്ചു കൊടുക്കുന്നതന്നെയല്ലേ പണി. നമ്മളൊരു നാടൻ ലുക്ക് അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് നമ്മളങ്ങനെ ആർഭാടം വേണ്ട, നാടൻ കുട്ടിയാണ്. അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് രാവിലെ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്ന രൂപമാണ്. അപ്പൊ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് വേണം വരാൻ. ചന്ദനക്കുരി വേണേ. ഇതിന്റെ ഒരു ഗുണാണ് ഈ ഫൗണ്ടേഷന്റെ. ഇതില് സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ അപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഷുഗറിന്റെ ആണ്. ഇതിൽ തന്നെ ഫൗണ്ടേഷൻ, ഇത് ഇവിടെ സ്റ്റിക്കും ഉണ്ട്, ഇവിടെ തന്നെ ബ്രഷും ഉണ്ട്. അപ്പൊ അടിപൊളിയാണ്. എന്റെ ഷെയ്ഡ് ഞാനിവിടെ 30 ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. എന്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്. ഒരിത്തിരി ഡാർക്കാണ്. ഇപ്പൊ ഒരു ചെറിയ സംതൃപ്തി വരുന്നുണ്ട്. എനിക്ക് വന്നു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഞാനിന്നൊരു അനുസിത്താരയാക്കുന്നില്ലേ. നിനക്കാണ് നല്ലൊരു പെണ്ണിന്റെ ചിത്രം വരയ്ക്കുക. ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് എത്ര കഷ്ടപ്പെട്ടിട്ട് അതൊക്കെ ചെയ്യുന്നത്. എന്താവശ്യമുണ്ട് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടത്? നല്ല രസം കേട്ടോ ഇങ്ങനെ ഒരാള്. അപ്പൊ എനിക്ക് സ്ഥിരാവുന്ന തോന്നുന്നു. സംഭവം പഠിച്ചു. നിമിഷയുടെ പിന്നെ ഒരു ആസ്വാദകനാണ്. ഒരു ചെറിയൊരു ആസ്വാദകനാണ്. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോകുന്നില്ല. ഞാൻ നന്നായി പുരുകെഴുതുക, കണ്ണെഴുതുക, ഇത് പുറത്തിറങ്ങുമ്പോ ഒക്കെ ശ്രദ്ധിക്കുന്ന ആളാട്ടാ. അതുകൊണ്ട് എനിക്ക് അറിയാം ഇത് ഫ്ലോപ്പ് ആവുമോന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അറിയില്ല, ചില സാധനങ്ങളൊന്നും തീരെപ്പെടുത്തില്ലാത്ത കാരണം. പക്ഷെ ഒരു കലാകാരന്റെ ഒരു കൈവിരുദ്ധം എന്തായാലും ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഫ്ലോപ്പായി പോകാൻ ചാൻസ് ഇല്ല. എങ്ങനെ ചെയ്താൽ ഭംഗി ഉണ്ടാവും എന്ന് അറിയാം. ഇതല്ലല്ലോ ഇങ്ങനെയൊക്കെ ഒരു സാധനം ചെയ്യുന്നത്. ഇവിടെ മെലിഞ്ഞ് തോന്നാൻ വേണ്ടിട്ടാണ് പറഞ്ഞിട്ട്. അതെവിടെ? അതാണോ ഈ പൗഡർ? മെലിഞ്ഞതായിട്ട് തോന്നാൻ വേണ്ടി ആ സാധനം. ആ സാധനം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടില്ല. വേണോ? അതെ ശരി. അപ്പൊ ആരാണ്? അപ്പൊ അല്ല, അത് നമുക്ക് വേറെ സ്ഥലത്ത് ഇതൊന്നും എടുക്കാം. അതെ അത് വേണം. മെലിഞ്ഞത് തോന്നുന്നത് അതൊന്നും എടുക്കാം. ഞാൻ എപ്പോഴും ഐഷാഡോ എന്നാണ് അത് ചെയ്യാം. അതിന്റെ പേരാണ് എന്താ? കോണ്ടോറിങ്. കോണ്ടോറിങ്. 2 കളർ ബ്ലഷ്. അപ്പൊ ബ്ലഷ് ഞാൻ തന്നെ രഹസ്യം പറയണം. എന്നാ ഞാൻ ബ്ലഷ് ചെയ്യട്ടെ. തമ്പുരാൻ അറിയാം. ഇതിപ്പോ ശരിക്കും മൊത്തം അടിറ്റിയ പോലെയല്ലോ. സൈഡില് നീര് വന്ന പോലെ. ഒരു മിനിറ്റ്. ചുവന്ന് തുടുത്തു അല്ല. ഒരു മിനിറ്റ്. തുടുത്ത് അല്ല, ആപ്പിള് പോലെ തുടുത്തിരിക്കട്ടെ. ഇതിലത്ര മനസ്സിലാവില്ല. കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് നമുക്ക് പിന്നെ കാണാം. ഇനി സൈഡില് നമുക്ക് ഈ കോണ്ടോർ ചെയ്യാം. അപ്പൊ അങ്ങനെ പിടിക്കണം വായ. കുറച്ച് വെള്ളം എടുത്തോടുന്ന വിത്ത് പെയിന്റ് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാത്തിനും ഒരു ഒറ്റ ബ്രഷാണോ? അതല്ല, അത് ആദ്യം തേക്കാനുള്ളത്. ഇനി മറ്റത്. അയ്യോ പ്രശ്നമായോ? അല്ലേ എന്റെ മുഖത്ത് വരയണോ? പുലി മാന്തിയ പോലെ ആയിട്ടുണ്ട് സൈഡിൽ. അപ്പൊ മെലിഞ്ഞ പോലെ ഒന്നുകൂടി തടിച്ചു. എന്റെ സ്കിന്നാണെങ്കിൽ നല്ല സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ. അത് ചെറുതായിട്ടൊരു
എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ചുവക്കും, ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നെറ്റി മുഴുവൻ ചുവന്ന് തുടുക്കും, അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ രംഷേട്ട് കിടന്ന് മാന്ത്. ദൈവമേ, എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പെടുത്ത ബ്ലഷിൻ്റെ നാശം ഉണ്ടാവില്ല. മെല്ലെ മെല്ലെ മെല്ലെ, എനിക്ക് വേദനിക്കണം. ഇത് ക്യാൻവാസ് അല്ല, ഇതുള്ളൊരു ബോധം കത്തി വെച്ച് ക്യാൻവാസിൽ ഓയിൽ പെയിന്റ് ചെയ്യണ പോലെയാണ് എന്റെ മുഖത്ത് വേദനിപ്പിച്ചിട്ട് ബ്രഷ് ആയിട്ട്. നമ്മുടെ മാസ്റ്റർ സാധനം പുരികം മസ്കാരയുമായി 1 മണിക്കൂറായിരിക്കണം. പണ്ട് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, കൺപീലികൾ വേറിട്ട് നിൽക്കാനാണ് ഇങ്ങനെ സാധനം ചെയ്യാന്ന് ഒരു ഓർമ്മയുണ്ട്. കാരണം ഈ ഫിലിം സ്റ്റാർസിന്റെ ഒക്കെ ഫോട്ടോയിൽ അവരുടെ കൺപീലി എങ്ങനെ വിട്ട് നിൽക്കണമെന്ന് ഇങ്ങനെ തോന്നിയപ്പോ അതാവും എന്നുള്ള ഒരു ബലത്തില് ഇതിപ്പോ കണ്ണ് ഒട്ടിപ്പിടിക്കണാവോ അപ്പൊ അങ്ങനെ വെച്ചാൽ പിരികത്തിനും തന്നെയാവല്ലോ. പറഞ്ഞ പോലെ കണ്ണൊട്ടി പിടിച്ചു. അതെ, കണ്ണൊട്ടി പിടിച്ചോ? തുറക്കാൻ പറ്റില്ലേ? തുറക്കാൻ പറ്റി. എന്തായി പുരികം? പുരികത്തിൽ എഴുതി മസ്കാര. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാ. അടിപൊളിയുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയതാ. ഇത് ഐക്കോണിക് കാജലാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ ഇനി പുരിക എഴുതണമെങ്കിൽ എഴുതാം. എനിക്ക് പിരിക എഴുതിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കറുത്ത പുരിക എഴുതണം ഇഷ്ടം. എനിക്ക് എന്റെ പുരികം ഓൾറെഡി ബ്രൗൺ ആണ്. അപ്പൊ എനിക്കിത് ഭയങ്കര കറുപ്പിച്ച് കഴിഞ്ഞാൽ, നോർമലായിട്ട് പുറത്തുമ്പോ കറുപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്കും ആർട്ടിഫിഷ്യൽ ആണ് എന്റെ പുരികം. ബ്രൗണിഷ് കളർ എന്റെ പുരികം. കുട്ടികളെ പിരികഴിക്കുന്ന പോലെ അങ്ങനെ എനിക്കത് ശരിയാവുള്ളൂ. അങ്ങനെ ഇരുന്നിട്ട് പിരികഴിക്കാൻ എനിക്ക് ശീലമില്ല കേട്ടോ. ഇത്രയും എത്ര സ്കൂളിൽ പോകുമ്പോ എന്നും പിരിക ടീച്ചർ ഇരുന്ന് ചേർക്കും. പുരിക എനിക്ക് ഇഷ്ടമായി വരച്ചത് കേട്ടോ. അപ്പൊ ഈ സാധനം എന്തിനായിരുന്നു? ഇത് മറന്നു. അന്യമായി ചെയ്യണ്ട. ഇതിന്റെ വലുത് കിട്ടാണ്ടോ? ഇതിന്റെ വലുത് കിട്ടാണ്ടോ? അല്ല നിൽക്കുന്ന ശരിക്കും മീശ കറക്റ്റ് ആണ്. ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങിട്ടോ. ലിപ്സ്റ്റിക് ഉണ്ട്. ലിപ്സ്റ്റിക് ഇനി അതിലൊന്നുമില്ലല്ലോ. എല്ലായിടത്ത് തേച്ചു. അത് ബ്രഷ് അല്ലേ? അപ്പൊ ഒരു ബ്രഷ് ഇത്രയൊക്കെ ഉണ്ടായിട്ടും രംഷേട്ട് യൂസ് ചെയ്ത ഒരൊറ്റ ബ്രഷ് ഇതാട്ടോ. പിന്നെ തള്ള ചെയ്യാ തിരിക്കുകയാണ് ചെയ്യാ. ഞാൻ ഇപ്പഴത്തേക്ക് തിരിക്കായിരുന്നു. ഇപ്പൊ ശരി. എന്റെ കവള അടിച്ച് മിന്നിച്ച പോലെ പെട്ട കിട്ടി വന്നിരിക്കുന്ന പോലെ ഉണ്ട് കവള്. പെട്ട കിട്ടി വന്നിരിക്കുന്ന പോലെ ഉണ്ട് കവള്. നല്ല ക്ഷമയാട്ടോ, നല്ല ക്ഷമയാണ്. ഇരുന്ന് ചെയ്തോളും. ഇത് വേറെ വല്ല ആളുകളാണെങ്കിൽ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ചുണ്ടിന്റെ മുകളിൽ ഒരു ലൈൻ ഇടല്ലോ, അതെവിടെ ആ സാധനം? ഇതാണ് ആദ്യം അവസാനം ബോർഡർ. നമ്മള് ലാസ്റ്റ് ബോർഡർ ആദ്യം ഇടും, ചിലപ്പോ ബോർഡർ അവസാനം ഇടും. ദൈവമേ പറ്റിച്ചു. ബോർഡർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് അങ്ങനെ കാണില്ല. ആക്കിയോ? മൈ ഫേവറേറ്റ് ഷെയ്ഡ് ഷുഗറിന്റെ. ഈ സാധനം കണ്ട് ഞാൻ ബോർഡർ ഇടണം. ബോർഡർ ഇടാത്ത ഒരു പണിയില്ല. അതാണ് മറ്റത് വല്ലാതെ ഇതില്ല. കറക്റ്റ്. ഇനി ഒരു പൊട്ട് വേണം. എനിക്ക് ശരിക്കും അതിൽ നോക്ക് കാണില്ല. ഇതില് നോക്കണം. ഒരു വലിയ പൊട്ടും അടിയിൽ കുഞ്ഞു പൊട്ടും തുറന്നോ? അതൊന്നും എനിക്കറിയില്ല. എനിക്കൊരു നാടൻ ലുക്ക് വേണം, അത്രയും ഞാൻ പറഞ്ഞു. നാടൻ ലുക്കിൽ 2 പൊട്ടുണ്ടാവും. എന്നിട്ട് മുകളിൽ ചന്ദനക്കുറി. ചന്ദനക്കുറി മുകളിൽ പൊട്ടടിയില്ല. അതോ ചന്ദനക്കുറി അടിയിൽ പൊട്ട് മുകളിൽ. നാളെ മുതൽ ഇവിടെ രംഷേട്ടന് ബുക്കിംഗ് വരുമോ? ചന്ദനക്കുറി ഇങ്ങനെ പൊട്ട് ഇങ്ങനെ. ഇതാണോ ഭംഗി? അതോ പൊട്ട് ഇങ്ങനെ ചന്ദനക്കുറി ഇങ്ങനെ? ഇതാണ് ഇങ്ങനെയും ശരിക്കും ഉണ്ടാവാ. ഇതൊരു ശ്രദ്ധിക്കാത്ത കാര്യം കേട്ടോ. ചന്ദനക്കുരി പൊട്ടിന്റെ മുകളിലാണ് പൊട്ടിൻ്റെതാ. ഞാൻ വിശ്വസിച്ചു. ഞാനങ്ങോട്ട് വിശ്വസിച്ചു. പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. ഞാൻ വിശ്വസിക്കുന്നു. അതെ, അത് ഈ മേക്കപ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. പെൺകുട്ടികളുടെ മുഖം നോക്കാറില്ല, ശ്രദ്ധിക്കാറില്ല, മേക്കപ്പ് ഒട്ടും അറിയില്ല എന്നൊക്കെ സാധാരണ ഭർത്താക്കന്മാരോട് മേക്കപ്പ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന്. അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. പാല് വെള്ളത്തിൽ തരുന്നത് ചന്ദനക്കുരി മുകളില അങ്ങനെയാണ്.
ചന്ദനക്കുടി മുകളിൽ. പക്ഷെ പൊന്നും കൊടുത്തിന് എന്തിനാ പൊട്ട്? ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ ഞാനൊന്നും മറക്കില്ല അത്. എനിക്കിഷ്ടം എപ്പോഴും വലിയ പൊട്ടാണ്. പക്ഷെ ഞാൻ ഈ ഒരു രൂപത്തിൽ ഞാൻ ഒരു സിമ്പിൾ പൊട്ടാ തരുന്നത്. മിഥുനെ പൊട്ട് തൊടിച്ച് രമേശനെ പൊട്ട് തൊടിപ്പിച്ച് നല്ല ശീലമാണ് കേട്ടോ. കവിളിന് ഇവിടെ വേണം കണ്ടിട്ടേ. കഴിഞ്ഞില്ലേ? ഫുൾ മേക്കപ്പ് കഴിഞ്ഞാ പറയും. നിന്റെ ഇവിടെ ഒരു കറുത്ത പൊട്ടുണ്ടല്ലോ, അവിടെ കറുപ്പിക്കുന്നത്. നോക്കിട്ട് ഞാൻ പണിയത് താജ്മഹലിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്കട്ടെ. എനിക്ക് നടക്കണോ എന്തിനാണോ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ? ഇപ്പൊ തുടച്ചത് ഇതിപ്പോ ഇട്ടത് മുഴുവൻ മായ്ച്ചു കളയാനാണ് പരിപാടി. ഒരു മറ്റേ ഇത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വെച്ച് തയ്ക്കാം എവിടെയെങ്കിലൊക്കെ ചെറുതായിട്ട്. ഷെയ്ഡ് ഒരു ഹൈലൈറ്റർ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ 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 എല്ലായിടത്തും ഒരു മിനുക്കം വരാൻ നല്ലതാണ്. മൊത്തം ഒരു മിനുക്കുണ്ടാവും. ചന്ദനക്കുരി തൊടണ്ട. ഇതിലുള്ള ഒരു സാധനം വെച്ചിട്ട് ചന്ദനക്കുരി തൊട്ടാൽ മതി. അതെ, ചന്ദനക്കുരി അവിടെ പോണ്ട. എങ്ങനെയുണ്ട് മേക്കപ്പ്? ഇഷ്ടപ്പെട്ടോ? നല്ല രസമാണ് മേക്കപ്പ്. ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമാട്ടോ. ഇങ്ങനെ ഇത് ചുമ്മാ പരീക്ഷിക്കാം. ഫൗണ്ടേഷൻ ആണ് പെർഫെക്റ്റ്. ചന്ദനക്കുരി ആരും അറിയില്ല കേട്ടോ. ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഭയങ്കര സന്തോഷമായത്. ബ്ലാക്ക് കളറും കൂടി കിട്ടിയ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അതേ ഷെയ്ഡാണ് വരുന്നത്. കുറച്ച് ഡാർക്കർ ഷെയ്ഡ് ആവുമ്പോഴാണ് ചന്ദനായിട്ട് തോന്നുള്ളൂ. പകുതിയോളം കഴിച്ച ബ്ലാക്ക് അതും തൊട്ടതായിട്ട് ഞാൻ അതായത് രണ്ട് ചന്ദനം കൂടി ഇങ്ങനെ മിക്സ് ആയിട്ട് തൊട്ട ഒരു ഫീൽഡ് ഞാൻ വരച്ചുണ്ടാക്കാൻ പോകും. അമ്പലത്തിൽ പോയി വന്ന ഒരു പ്രതീതി, രാത്രി 10 മണിക്ക് അമ്പലത്തിൽ പോയി വന്ന ഒരു പ്രതീതി ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു കാക്കാപ്പുള്ളി ഉണ്ടാവും. ഞാൻ ഡോക്ടർ എന്തിനത് എവിടെ പോയോ? ഇല്ല, ഒരു കാക്കാപ്പുള്ളി ഉണ്ട്. അതൊരു ഡോക്ടർ, അതൊരു ബ്യൂട്ടി സ്പോട്ടാണ്. അത് രസം ഉണ്ടാവും. ഈ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു ബ്യൂട്ടി സ്പോട്ട്. സ്വപ്നയ്ക്ക് ഒരു കാക്കാപ്പുള്ളി ഉണ്ട്. അപ്പൊ അതിലൊരു ബ്യൂട്ടി സ്പോട്ട് പോലെ ഈ നയൻതാരക്ക് ഇവിടെ ഉണ്ടല്ലേ കാവ്യമാധവൻ, അതുപോലെ. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ കണ്ണാടി നോക്കി ഇങ്ങനെ ഓവറോൾ ലുക്ക് പറയട്ടെ കേട്ടോ. സത്യം പറഞ്ഞാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം നിങ്ങളെ നോക്കൂ, നല്ല രസമില്ല, നല്ല ഭംഗിയുണ്ട്. ഞാൻ ഫുള്ള് പറയട്ടെ. ശരിയാണോ? ആ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അസലായിട്ടുണ്ട് ചെയ്തത്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല മേക്കപ്പ് ആയിട്ടുണ്ട്. ഫൗണ്ടേഷനൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഞാൻ പറഞ്ഞുതരാം. ഫൗണ്ടേഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. സത്യം അല്ലേ? നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ മനസ്സിലാവും ഫൗണ്ടേഷൻ പെർഫെക്റ്റ് ആയിട്ട്. എന്റെ ഈ സ്കിന്നും നമ്മൾ നോക്കും. മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക അത് ശരിയല്ല ഇത് ശരിയല്ല. ഇതുണ്ടോ, ഇത് രണ്ടും ഒരേപോലെ വന്നിട്ടുണ്ട്. ശരിക്കും ഇവിടെയും കൂടി ഇടണം, പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഐഷാഡോ ശരിയായിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല രമേശേട്ടനെ നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഐഷാഡോ കുറച്ച് പ്രശ്നമാണ് ഇട്ടത്, എന്നാലും ഓവർ അല്ലാത്തതുകൊണ്ട് നന്നായിട്ടുണ്ട്. കണ്ണ് കുറച്ചും കൂടെ നന്നാക്കായിരുന്നു എനിക്ക് തോന്നി. എന്റെ കണ്ണ് നല്ല വലിയ കണ്ണായിട്ട് എടുക്കാൻ പറ്റുന്ന കണ്ണാണ്. അപ്പൊ അത് ചെറിയ കണ്ണായി പോയി. കാരണം നന്നായി എഴുതിയ വലിയ കണ്ണാണ്, ഉണ്ട കണ്ണാണ് എന്റെ. അപ്പൊ അത് ശരിയാക്കായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇട്ടത്. കോൺടോർ ചെയ്ത് കാരണം മുഖം നല്ല മെലിഞ്ഞ് തോന്നിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടമായി. ബ്ലഷ് മഹാബോറായിട്ടുണ്ട്. കാരണം ബ്ലഷ് ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത്ര വേണ്ട ബ്ലഷ്. പിന്നെ ഹൈലൈറ്റർ എല്ലാ സ്ഥലത്തും ഇട്ടു. ഹൈലൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇവിടെ മൂക്കിന്റെ ഇവിടെ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ മാത്രം. അത് രമേശേട്ട അവസാനം മുഖത്ത് മൊത്തമായിട്ട് തിളക്കം വരുത്തിയിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് ഇഷ്ടമാവാത്ത കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ സൂപ്പർ അല്ലേ? എനിക്ക് ഇങ്ങനെ നോക്കുമ്പോഴും അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. പക്ഷെ നന്നായി മേക്കപ്പ് അറിയുന്ന ആളുകൾക്കാണ് ആ ഹൈലൈറ്റർ ഒക്കെ ശരിക്കും അത് എടുത്ത് മനസ്സിലാവുള്ളൂ കേട്ടോ. എനിക്ക് ഇഷ്ടമായത് എന്താ വെച്ചാൽ മേക്കപ്പ് ഈ ആ ഒരു ആർട്ടിസ്റ്റിക് ഇതുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്താ വെച്ചാൽ വെറുതെ വെച്ച് തേച്ചിട്ടില്ല, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ രമേശേട്ടന് നന്നായിട്ട് അറിയാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മേക്കപ്പ് കൂടി ഇത്ര ഭംഗിയുണ്ടാവും അല്ലല്ല, എനിക്ക് നല്ല ഇഷ്ടമായി. പുരിക എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ സാധാരണ ഒരിക്കലും ബ്ലാക്ക് ആക്കാറില്ല എന്റെ പുരിക. നല്ല ഭംഗിയുണ്ട്. ഞാൻ എപ്പോഴും ഒരു ബ്രൗൺ കളർ പുരിക. അതാണ് എനിക്കിനി പറയാനുള്ളത്. മസ്കാര എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺപീലി ഇങ്ങനെ വിടർത്താനുള്ള. കുഴപ്പമൊന്നുമില്ല, അത് വെച്ചിട്ടും പുരികം ചെയ്യാം.
അധികം ഇത് ശരിക്കും പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക ഇവരുടെ പോലെ തറ പൂതനും കെട്ടിയ പോലെ ഉണ്ടാവും. പക്ഷെ കറക്റ്റ് എടുത്ത പറഞ്ഞാൽ നല്ല അടിപൊളി ബ്ലാക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല പെർഫെക്റ്റ് ബ്ലാക്കിൽ വന്നിട്ടുണ്ട്. അതും ശരിക്കും എഴുതിയ പോലെ ഉണ്ട്. സാധാരണ ഐലൈനർ യൂസ് ചെയ്യാൻ അറിയാത്ത ഒരാൾ മസ്കാര വെച്ചിട്ടൊക്കെ, അതും പുതിയ മസ്കാര വെച്ചിട്ടൊക്കെ ഐബ്രോ എഴുതി കഴിഞ്ഞാൽ അടിപൊളി കൊളായിരിക്കും. സത്യം മഹാബോറായിരിക്കും. അത്രയും നന്നായി ചെയ്യാൻ അറിയണവർക്കേ പറ്റുള്ളൂ. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഈ സാധനങ്ങളൊക്കെ കാണുന്നല്ല കൈകൊണ്ട് തൊടുന്നത്. രമേശയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതിന്റെ ഉപയോഗമൊക്കെ അറിയുന്നത്. ഞാൻ അങ്ങനെ വാങ്ങാൻ പോകുമ്പോ എന്റെ കൂടെ വരും നല്ലാതെ. പക്ഷെ പിന്നെന്താ ചെയ്യ പറഞ്ഞ പോലെ ആളൊരു ആസ്വാദകനാണ്, ഒരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു കൊളാവില്ല എന്ന്. അതെനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ആദ്യം ചലഞ്ച് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു ഫൺ വീഡിയോ ആയിട്ട് എന്താ പറയുക കൊളാക്കി തരില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം രമേശേട്ടന് ആ കാര്യത്തിൽ നല്ലൊരു ആർട്ടിസ്റ്റിക് ഭാവമുള്ള ആളാണ്. അതുകൊണ്ട് മുഖം ഒരിക്കലും കൊളാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇനി എന്റെ സംശയം, എന്തിനാണ് ഈ പൗഡർ? ഇത് നമ്മൾ ഫൗണ്ടേഷൻ അത് മാത്രമേ യൂസ് ചെയ്തില്ല. പക്ഷെ എന്റെ മുഖത്തിന് അതിന്റെ ആവശ്യമില്ല. ഞാൻ വിചാരിച്ചു ഇതെങ്ങാനും ഇട്ടാ ബോറായിരുന്നു എന്ന് വിചാരിച്ചു. നമ്മള് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ ഒരു പൗഡർ ഇടില്ലേ, കോമ്പാക്ട് പൗഡർ എന്നൊക്കെ പറയില്ലേ, നമ്മൾ സാധാരണ പൗഡർ ഇടില്ലേ, അതുപോലെ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു പൗഡർ ഇടാം. പിന്നെ ഐഷാഡോ ഇടുമ്പോ ഫൗണ്ടേഷൻ കണ്ണിന്റെ മേലെ ഇട്ടിട്ടാണ് ഐഷാഡോ ഇടാം. അല്ലെങ്കിൽ അതുണ്ടോ ഈ കറുപ്പ് കണ്ണിന്റെ അടിയിലുള്ള ആ കറുപ്പ് ശരിയാവില്ല. അത് ഇതൊക്കെ തന്നെ വലിയ കാര്യമാണ്. ഇത്രയൊക്കെ തന്നെ ചെയ്തില്ലേ, പക്ഷെ എനിക്ക് ഇഷ്ടമായി. അല്ല ഇതിപ്പോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഏരിയയിൽ കുറച്ചൊരു എക്സ്പെർട്ട് ആയല്ലോ. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ സംഭവങ്ങൾ. താങ്ക് യു. സംഭവം അടിപൊളിയായിട്ടില്ലേ? എല്ലാ ഏരിയയിലും ഒന്ന് കൈവയ്ക്കണം. നമുക്ക് അറിയാൻ പാടാത്ത ഒരു മേഖല ഉണ്ടാവാൻ പാടില്ല. എന്നാലും മൊത്തത്തിൽ അടിപൊളി. താങ്ക് യു വെരി മച്ച്. മനസ്സിലായില്ലേ, രമേശേട്ടന് ഒന്നിലും നമുക്ക് തോൽപ്പിക്കാനാവില്ല. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തുവിനെ തോൽപ്പിക്കാൻ ഒരൊറ്റ വഴിയുള്ള അടുക്കള കയറ്റാ. അത് ചന്തു തോറ്റ് തുന്നം പാടും. എന്താ പറയാ, ആയുധം വെച്ച് കീഴടങ്ങിയ ഒരേ ഒരു മേഖലയാണ് അടുക്കള. കുക്കിങ് കുറെ പേര് വെച്ചിട്ട് പുട്ടും കുറ്റിക്ക് അടുപ്പ് വെക്കില്ലേ, ഇത്രയൊക്കെ വിവരം പുട്ടുണ്ടാക്കി കഴിഞ്ഞിരുന്നു. അടുക്കളയിൽ മാത്രം ആയുധം വെച്ച് കീഴടങ്ങിയ ഒരു മനുഷ്യനാണ്. അതിലൊരു രക്ഷയില്ല. പക്ഷെ ബാക്കി ഒന്നിലും തോൽപ്പിക്കാൻ പറ്റില്ല. അതാണ് അതെനിക്കിഷ്ടമായി. മേക്കപ്പ് സൂപ്പറായിട്ടാണ്. അപ്പൊ ഞാനൊരു നാടൻ പെൺകുട്ടിയായോ എന്ന് നിങ്ങൾ പറയൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഫൺ വീഡിയോ ആയോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ രമേശേട്ടന്റെ കലാവിരുത് കാണിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആയി. എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കും ഇഷ്ടമാവും. കാരണം ആദ്യമായിട്ട് മേക്കപ്പ് സാധനങ്ങൾ തൊടുന്ന ഒരാൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നിങ്ങളുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ഞാൻ പോലും ആദ്യമായിട്ട് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു ചോദിച്ചാൽ അറിയില്ല. നമ്മൾ പഠിച്ചിട്ട് ഒരു 2 പ്രാവശ്യം രമേശേട്ടനെ കൊണ്ട് ചെയ്യിച്ചാൽ ചിലപ്പോൾ ഭാവിയിൽ ഒരു പ്രൊഫഷണൽ ബ്യൂട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആവാം. ട്രൈ ചെയ്യണോ? ജോലി ഇല്ലെങ്കിൽ ഞങ്ങള് ജീവിച്ചു പോകും. യാതൊരു സംശയം. ഞങ്ങള് പൊറോട്ട അടിച്ച് ജീവിക്കും, ഞങ്ങള് മേക്കപ്പ് ചെയ്ത് ജീവിക്കും, ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കും. അതിലൊരു സംശയമില്ല അല്ലേ? ഞങ്ങള് ജീവിച്ചു പോകും. അപ്പൊ ശരി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.